പൊതുവെ സ്ത്രീകൾ ജിമ്മുകളിൽ വരുവാണെങ്കിൽ ഈ ലോവർ ബോഡി എക്സസൈസുകൾ അവർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഉദാഹരണത്തിന് സ്ക്വാട്സ്. അതേസമയം അപ്പർ ബോഡി എക്സസൈസുകളായ പുഷപ്സ്, പുള്ളപ്സ് ഒക്കെ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പുരുഷന്മാർക്ക് നേരെ തിരിച്ചാണ്. അപ്പർ ബോഡി എക്സസൈസുകൾ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാമെങ്കിൽ ലോവർ ബോഡി എക്സസൈസുകൾ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ. ഇതിന്റെ കാരണം നമ്മൾ തേടി പോകണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ നമ്മൾ പിന്നോട്ട് സഞ്ചരിക്കണം. സ്ത്രീകൾക്ക് ബലമുള്ള ഹിപ്പും അതുപോലെ ഗ്ലൂട്ട്സും കാലുകളും ഒക്കെ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രഗ്നൻസി സമയത്ത് അവർ കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യണം. അതുപോലെ തന്നെ അവർ വീഴാതെ നോക്കണം. വീണ് കഴിഞ്ഞാൽ കുഞ്ഞിന് എന്തെങ്കിലും പറ്റും. അതുപോലെ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ കൂടുതൽ ദൂരം അവർ ഭക്ഷണം തേടിയോ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തേടിയോ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. സോ മസിൽ എൻഡുറൻസും അവർക്ക് അത്യാവശ്യമായിരുന്നു. ഇതിനൊക്കെ വേണ്ടി സ്ത്രീകളുടെ ബോഡി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പരിണാമപ്പെട്ട് ഇപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് എത്തിയതാണ്. ഫോർ ദെയർ സർവൈവൽ ആൻഡ് ബെറ്റർ റീപ്രൊഡക്ഷൻ. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വളരെ കുറവാണ്. അതും അവർക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി നൽകുന്നു ലോവർ ബോഡിക്ക്. എന്നാൽ ഹ്യൂമൻ ഇവല്യൂഷൻ എടുത്തു നോക്കിയാൽ പുരുഷന്മാരുടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ അപ്പർ ബോഡിയാണ്. ഉദാഹരണത്തിന് യുദ്ധം ചെയ്യുക, ഒരു സാധനം വലിച്ചെറിയുക, മരങ്ങളിൽ തൂങ്ങിക്കിടക്കുക, അടിക്കുക. സോ ഇതിനുവേണ്ടി ബലമുള്ള ഒരു അപ്പർ ബോഡി അത്യാവശ്യമായിരുന്നു. അതിനുവേണ്ടി വലിയ ഷോൾഡറുകളും വലിയ ചെസ്റ്റ് മസിലുകളും വലിയ കൈകളും പതിയെ പതിയെ വർഷങ്ങളുടെ ഫലമായി രൂപാന്തരപ്പെട്ടു വന്നു. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഇങ്ങനെ രൂപാന്തരപ്പെട്ടു വന്ന പുരുഷന്മാരുടെ കുട്ടികൾ കൂടുതൽ സർവൈവ് ചെയ്തു. ഈ പരിണാമങ്ങളൊക്കെ ഹ്യൂമൻ ബീയിങ്സിന്റെ നിലനിൽപ്പിനും ഹെൽത്തി ആയിട്ടുള്ള ഒരു റീപ്രൊഡക്ഷനും ഒക്കെ അത്യാവശ്യമായിരുന്നു. ഈ ഒരു കാരണം കൊണ്ടാണ് സ്ത്രീകൾക്ക് പൊതുവെ സ്ട്രോങ് ഷോൾഡർ ഉള്ള പുരുഷന്മാരോടും പുരുഷന്മാർക്ക് പൊതുവെ വൈഡ് ഹിപ്പ് ഉള്ള സ്ത്രീകളോടും ഒരു താല്പര്യം തോന്നുന്നത്. വൈഡ് ഷോൾഡർ ഇൻഡിക്കേറ്റ്സ് മോർ സ്ട്രെങ്ത്, more testosterone. It provides a great protection for her and her children. Wide hip indicates good hormone level, high fertility and healthy pregnancy.